നമസ്കാരം. ഇറാനും അമേരിക്ക ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം അതീവ സങ്കീർണമായ രണ്ടാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ 40ഓളം വരുന്ന ഉന്നത സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥരെ വധിച്ചുകൊണ്ട് ആരംഭിച്ച വ്യോമാക്രമണം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാനമായ എണ്ണ സംഭരണശാലകളെയും ലക്ഷ്യമിട്ടാണ് സംയുക്ത സൈന്യത്തിന്റെ നീക്കമെങ്കിലും കീഴടങ്ങാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ എന്ന രാജ്യത്തിന്റെ സവിശേഷമായ ഭരണഘടനയും അധികാര ശ്രേണിയുമാണ് ഈ യുദ്ധകാലത്തും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. IRGC എന്നറിയപ്പെടുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ് ഇറാന്റെ രാഷ്ട്രീയ സൈനിക മത ഘടനകളിലൊക്കെ തന്നെ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ്. ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത വിധം സങ്കീർണമായ ഈ സംവിധാനമാണ് ഇറാന്റെ അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. സാധാരണ ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനേക്കാൾ അധികാരം സൈനിക ഘടനകൾക്ക് ഉണ്ട് എന്നതാണ് വസ്തുത. ഇറാന്റെ ഭാഗത്തുനിന്ന് അടുത്തിടെ ഉണ്ടായ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് ക്ഷമാപണം നടത്തുകയും ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെ IRGC അത് തിരുത്തി രംഗത്തെത്തുകയുണ്ടായി. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉള്ളിടത്തോളം കാലം ആക്രമണം തുടരുമെന്ന സൈനിക നിലപാട് അത് രാജ്യത്തിനുള്ളിലെ ഭരണപരമായിട്ടുള്ള ഭിന്നതയുടെ സൂചനയോ അതോ ശത്രുവിനെ വഴിതെറ്റിക്കാനുള്ള ഒരു യുദ്ധതന്ത്രമായിട്ടോ വിലയിരുത്തപ്പെടുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ അന്ത്യശാസനം ഇറാന്റെ പ്രസിഡന്റ് നിഷേധിച്ചതോടെ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരുപാധിക കീഴടങ്ങൽ എന്ന വാഷിംഗ്ടണിന്റെ ആവശ്യം ഇറാൻ പുച്ഛിച്ചു തള്ളി. ഇതിനിടെ അമേരിക്കൻ സൈനികരെ തടവിലാക്കിയെന്ന അവകാശവാദവുമായിട്ട് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാറിജാനി രംഗത്തെത്തിയത് യുദ്ധകളത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. എന്നാൽ US സെൻട്രൽ കമാൻഡ് ഈ വാദത്തെ പച്ചക്കള്ളമെന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തത്. ഇറാന്റെ ഭിന്നിച്ചു നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങൾ യുദ്ധതന്ത്രങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിലവിൽ 3 പ്രധാന അധികാര വിഭാഗങ്ങളാണ് ഇറാനിലുള്ളത്. ദുർബലമായ രാഷ്ട്രീയ വ്യവസ്ഥിതി, അതിശക്തമായ IRGC, പിന്നെ പരമോന്നത ഗാർഡിയൻ കൗൺസിൽ. ആയത്തുള്ള അലി ഖമനയുടെ വധത്തിന് ശേഷം പുതിയൊരു സുപ്രീം ലീഡറെ കണ്ടെത്താൻ ഇറാനിലെ 88 അംഗ സമിതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഖമനിയുടെ മകൻ മുജ്തബ ഖമനിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഭരണപരമായിട്ടുള്ള ഏകോപനത്തിൽ പോരായ്മകൾ വളരെ പ്രകടമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിൽ ഇറാന്റെ കേന്ദ്രീകൃത ആശയവിനിമയ സംവിധാനങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ തകർന്നതായിട്ടാണ് റിപ്പോർട്ട്. ഇത് താഴെത്തട്ടിലുള്ള സൈനിക യൂണിറ്റുകൾക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയുണ്ടായി. ഈ വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തന രീതി മൂലം പ്രസിഡന്റിന് പോലും സൈന്യത്തിന്റെ അടുത്ത നീക്കം പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും പരസ്പര വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ വരാൻ പ്രധാന കാരണം. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ അയക്കുന്നത് തുടരുകയാണ്. കൊളാട്രൽ ഡാമേജ് അഥവാ അനുബന്ധ നാശനഷ്ടങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും IRGCയുടെ ആക്രമണങ്ങൾ ഈ രാജ്യങ്ങളിലെ വ്യോമഗതാഗതത്തെയും സാധാരണ ജീവിതത്തെയും ഭാഗികമായിട്ട് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉറച്ച കരാറിൽ എത്തുന്നത് വരെ മേഖലയിൽ ശാന്തി പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകളിലെ മാറ്റവും ഈ യുദ്ധത്തെ സങ്കീർണമാക്കുന്നുണ്ട്. ഇറാനിലെ കുർദ് വിഭാഗങ്ങളെ ഉപയോഗിച്ച് അട്ടിമറി നടത്താനുള്ള നീക്കത്തിൽ നിന്ന് ട്രംപ് താൽക്കാലികമായിട്ട് പിന്മാറിയത് ഇതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ധാരാളിത്തമുണ്ടെങ്കിലും യുദ്ധത്തിന് ശേഷം ഇറാൻ ഒരു പരാജിത രാഷ്ട്രമായിട്ട് മാറുന്നത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാൻ അവസരമൊരുക്കുമെന്നതാണ് അവരുടെ ആശങ്ക. ഇറാന്റെ ചരിത്രപരമായിട്ടുള്ള പ്രതിരോധ മനസ്സ് ഈ യുദ്ധത്തിൽ നിർണായക ഘടകമാണ്. അലക്സാണ്ടർ ചക്രവർത്തി മുതൽ പലരും പടയോട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ഇറാൻ എന്ന പഴയ പേർഷ്യയെ പൂർണ്ണമായി കീഴടക്കി ഭരിക്കാൻ ഒരു വൈദേശിക ശക്തിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബ്രിട്ടൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെയും ഒക്കെ തന്നെ ശ്രമങ്ങൾ പരാജയപ്പെട്ട ചരിത്രമാണ് ഉള്ളത്. ഈ ഒരു ബോധ്യവും സാംസ്കാരിക പൈതൃകവുമാണ് എത്ര വലിയ ആക്രമണങ്ങൾക്കിടയിലും കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് പറയാൻ ഇറാൻ ജനതയുടെ കരുത്ത് തെളിയിക്കുന്നത്. സാമ്പത്തികമായ തകർച്ചയാണ് ഇറാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ടെഹ്റാനിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആദ്യമായി ആക്രമണം നടന്നതോടെ ഇറാന്റെ സാമ്പത്തിക ആസ്തികൾ കത്തിയെരിയുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമായതിനാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളും അമേരിക്കയുടെ എളുപ്പത്തിലുള്ള ലക്ഷ്യങ്ങളായി മാറുകയാണ്. എന്നിരുന്നാലും ഇത്തരം സാമ്പത്തിക ആഘാതങ്ങൾ സഹിച്ചും പോരാട്ടം തുടരാനാണ് ഇറാന്റെ തീരുമാനം. മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞത് ഇറാന്റെ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക മിസൈലുകൾ ഇറാൻ ഇതുവരെ പുറത്തെടുത്തിട്ടില്ലെന്ന് കരുതപ്പെടുന്നുണ്ട്. ശത്രു സൈന്യം അശ്രദ്ധരാകുന്ന സമയം നോക്കി ശക്തമായ തിരിച്ചടി നൽകുക എന്ന ഗറില്ല യുദ്ധതന്ത്രം ഇറാൻ പയറ്റിയേക്കാം. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക നേരിട്ടതുപോലെ തങ്ങളുടെ ഭൂപ്രകൃതിയെ ആയുധമാക്കി പ്രതിരോധം തീർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ വാക്പോരുകൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും അപ്പുറം തന്ത്രങ്ങളുടെ വലിയൊരു പോരാട്ടമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത്. മിസൈലുകളുടെ എണ്ണത്തിലുണ്ടായ കുറവോ പ്രസ്താവനകളിലെ മയം വരുത്തലോ ഒക്കെ തന്നെ യുദ്ധം അവസാനിക്കുന്നു എന്നതിൻ്റെ സൂചനയല്ല. ഇറാന്റെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം നേരിട്ട് പ്രവേശിക്കുമോ അതോ ഉള്ളിൽ നിന്നുള്ള അട്ടിമറിക്ക് വഴിതെളിയുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്നത്.
അനിശ്ചിതത്വം നിറഞ്ഞ ഈ സാഹചര്യം ലോക വിപണിയെയും അതോടൊപ്പം തന്നെ നയതന്ത്ര ബന്ധങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുകയാണ്.